അടുത്ത ടോപ്പിക്ക് സെല്ലുലാർ ജോമെട്രി. സെല്ലുലാർ ജോമെട്രി എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആ കവറേജ് ഏരിയ നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് ചാനൽസ് ആ സെൽ എങ്ങനെ കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കവറേജ് ഏരിയ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സെൽ. ആ സെൽ റീജിയനാണ് നമ്മൾ ജോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ജോമെട്രി കൊടുക്കുന്നത്? ആദ്യം ഒരു സെല്ലുലാർ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ജോമെട്രി കൊടുക്കും. So that we can actually locate the transmitter size or sites required, and അതുകൊണ്ട് നമുക്ക് എക്കണോമിക്കൽ യൂസ് ഓഫ് എക്യുപ്മെൻസിന് പറ്റും. അടുത്തതെന്ന് പറയുന്നത് ട്രാഫിക്കിനെ അഡാപ്റ്റ് ചെയ്യാൻ, ലൊക്കേഷൻ ട്രാഫിക് റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ യൂസേജ് കൂടുതലാണെങ്കിൽ അവിടെ ട്രാഫിക്കിനെ അനുസരിച്ചുള്ള ഒരു സെല്ലുലാർ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു From this point of view, the cellular geometry helps us to ease the assessment of spectral efficiency of various cellular systems. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആ സ്പെക്ട്രൽ എഫിഷ്യൻസി അസസ് ചെയ്യാൻ പറ്റും. ഇൻ പർട്ടിക്കുലർ ടു കാൽക്കുലേറ്റ് ദ സിഗ്നിഫിക്കൻറ്റ് കോ-ചാനൽ ഇൻ്റർഫറൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമുക്കൊരു സെല്ലുലാർ ജോമെട്രിയുടെ ആവശ്യമുണ്ട്. ഈ സെല്ലുലാർ ഷേപ്പ് എന്ന് പറയുന്നത് അതെന്തൊക്കെ വരാം? നോർമലി യൂസ് ചെയ്യുന്നത് റെഗുലർ ഹെക്സഗണലാണ്. അത് സ്ക്വയർ ആകാം, എന്നുള്ള റിസർച്ച് പേപ്പർ നോക്കിയ സർക്കിളും ഉണ്ട്, ട്രയാങ്കിളായിട്ട് യൂസ് ചെയ്യാം. ഹെക്സഗണലാണ് കുറച്ചും കൂടി ബെറ്റർ. കാര്യം ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു എ സർക്കുലർ ഓമി ഡയറക്ഷണൽ പാറ്റേൺ. സർക്കിളിന് ഇക്വലൻ്റ് ആണ്, മോർ എക്കണോമിക്കൽ ഫോർ യൂസ് ആണ്. ബിക്കോസ് കവറേജ് ഏരിയ മീൻസ് ഓവർലാപ്പിംഗ് ഏരിയാസ് ഒന്നുമില്ല. നമുക്ക് സർക്കിൾ വെച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈസിനെസ് ഉണ്ട് വെൻ വി ആർ യൂസിങ് ഹെക്സഗണൽ ഷേപ്പ്. പിന്നെ ഒരു കുറച്ചും കൂടെ ബെറ്റർ കമ്പയർഡ് ടു സർക്കിളാണ്. ഇനി ഹെക്സഗണൽ ഷേപ്സ് ആർ ജനറലി യൂസ് ടു റെപ്രസെൻറ്റ് ദ സെൽ ഡ്യൂ ടു ദ ജോമെട്രിക്കൽ കൺസിഡറേഷൻ ആൻഡ് കാൽക്കുലേഷൻ പർപ്പസിനാണ് നമ്മൾ ഹെക്സഗണൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർക്കിളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചുറ്റളവ് വരുന്നത്. ഇനി ഹെക്സഗണൽ ആണെങ്കിൽ സെയിം സാധനമാണ്, സർക്കിൾ പോലെ ഇരിക്കും. ഈ കുറച്ച് ഏരിയ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെക്സഗണൽ ഷേപ്പ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇന്ന ഏരിയയിൽ സർക്കിൾ കവറേജ് ഏരിയ ഉണ്ടെന്ന് പറയാം. ബട്ട് വെൻ വി ലുക്ക് ഇൻ എ സ്മോളർ സൈസ്, ഇപ്പോൾ കുറേ ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒന്നിക്കുള്ള സെൽസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു സർക്കിൾ പോലെ തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ വെറുതെ സർക്കിൾ വരച്ചിട്ട് അതനുസരിച്ച് ഇഷ്യൂസ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈസി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കാൽക്കുലേഷൻ പർപ്പസിന് എന്ത് യൂസ് ചെയ്യും? ഹെക്സഗണൽ ഷേപ്പ് യൂസ് ചെയ്യും. ഇനി സാധാരണ ഹെക്സഗണൽ ഷേപ്പ് എന്ന് പറയുന്ന സർക്കിളിന് വലിയ വ്യത്യാസമൊന്നുമില്ല. റേഡിയസ് ഉണ്ടാവും 0 to നടുക്കുന്ന സെൻറ്റർ തൊട്ട് കവറേജ് റീജിയൻ, അതാണ് നമ്മളുടെ സെൽ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഹെക്സഗണലിൽ അത് തന്നെയാണ് പറയുന്നത്. സെൻറ്റർ ഓഫ് ദ ഹെക്സഗണൽ ടു ദ വെർട്ടെക്സ്, ഏതെങ്കിലും ഏറ്റവും ദൂരമുള്ള വെർട്ടെക്സിന് ഉള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സെൽ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് സർക്കിളിന് മാത്രമല്ല, ഈ കേസിലും ഹെക്സഗണൽ ഷേപ്പ് ആയാലും നമ്മൾ റേഡിയസ് തന്നെയാണ് പറയുന്നത്. അത് ഇവൻ ദോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ സർക്കിൾ, ഹെക്സഗണൽ ഷേപ്പിന് നമ്മൾ എന്ത് പറയും? ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ബേസ് സ്റ്റേഷൻ ടു ദ ഫാറസ്റ്റ് പോയിന്റ് എന്ത് പറയും? റേഡിയസ് തന്നെയാണ് പറയുന്നത്. ഇനി എന്തിനാണ് സെല്ലുലാർ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് സെല്ലുലാർ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാര്യം പണ്ടത്തെ കൺവെൻഷണൽ 1G ടെക്നോളജി യൂസ് ചെയ്താണെങ്കിൽ ഒരു വലിയൊരു ട്രാൻസ്മിറ്റർ കാണും, ബേസ് സ്റ്റേഷൻ കാണും. അതിൻ്റെ കവറേജ് ഏരിയ വളരെ കുറവായിരിക്കും, വളരെ കൂടുതലായിരിക്കും. കാര്യം അവിടെ യൂസ് ചെയ്യുന്ന ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൈ പവേർഡ് ബേസ് സ്റ്റേഷൻ ആയിരിക്കും. ഒറ്റ ബേസ് സ്റ്റേഷൻ വലിയൊരു ഏരിയ കവർ ചെയ്യും. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹൈ പവർ ട്രാൻസ്മിറ്റർ ആയതുകൊണ്ട് വലിയ ഏരിയ കവർ ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം? പവർ അത്രയും യൂസ് ചെയ്യും, ഒരുപാട് പവർ യൂസ് ചെയ്യും, അത് മാത്രം കിടന്ന് യൂസ് ചെയ്യും. ഇൻഎഫിഷ്യൻ്റ് ആണ്. ഒരു സ്പെക്ട്രം ഒരിക്കലും അലോക്കേറ്റ് ചെയ്യുന്നില്ല. ഒരാൾ ഈ സ്പെക്ട്രം യൂസ് ചെയ്താൽ പിന്നെ വേറെ ആർക്കും അയാൾ ഡ്രോപ്പ് ചെയ്യുന്നവർ യൂസ് ചെയ്യാൻ പറ്റില്ല. റീയൂസ് എന്ന പരിപാടിയില്ല. ഇനി ഒരാൾ കവറേജ് ഏരിയയുടെ പുറത്ത് പോയാണെങ്കിൽ കോൾ എന്താവും? ഡ്രോപ്പ് ആവും. പിന്നെ അടുത്ത വേറൊരു വലിയ ബേസ് സ്റ്റേഷൻ എത്തുമ്പോൾ മാത്രമേ പിന്നെ കോള് നമുക്ക് റീഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റീഇനിഷ്യേറ്റ് ചെയ്യാം, കോള് ഡ്രോപ്പായിട്ട് നമുക്ക് വീണ്ടും വിളിക്കേണ്ടി വരും അടുത്ത ബേസ് സ്റ്റേഷൻ എത്തുന്നവരെ, ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇനി ബിഗിനിങ്ങിൽ അതുകൊണ്ട് എന്തായി? ഹാൻഡ് ഓഫ്സ് എന്നില്ല. ഹാൻഡ് ഓവർ എന്നുവെച്ചാൽ ഒരു ബേസ് സ്റ്റേഷൻ്റെ കീഴിൽ നിന്നും വേറെ ബേസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കോൾ ഒരിക്കലും ഹാൻഡ് ഓഫ് എന്ന പരിപാടിയില്ല. കോൾ എന്താവും? കട്ടായി പോകും. കോള് കട്ടായിട്ട് നമുക്ക് വീണ്ടും റീഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും. ഇനി സെല്ലുലാർ സൈസ്, സെൽഫോൺ സൈസ് എന്താണ്? പണ്ടത്തെ 1G ടെക്നോളജിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രിക്ക് ഫോൺ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ മച്ച് പവർ. പവർ
given by the centralized base station. ബേസ് സ്റ്റേഷൻ്റെ പവർ, സെൻട്രലൈസ്ഡ് ബേസ് സ്റ്റേഷന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന പവർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സെൽഫോണിൻ്റെ സൈസ്. പിന്നെ ഒരാൾ സെൽ റേഞ്ചിൻ്റെ ബേസ് സ്റ്റേഷൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ കോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ആദ്യം കോൾ കട്ടാവും. പിന്നെ ഏതെങ്കിലും ബേസ് സ്റ്റേഷൻ്റെ കീഴിൽ വരികയാണെങ്കിൽ മാത്രമേ കോള് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, ബിക്കോസ് ഫ്രീക്വൻസി റീയൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവരെന്താണ് പഠിച്ചു, ഫ്രീക്വൻസി റീയൂസ് ചെയ്യാനുള്ള ടെക്നോളജി വെച്ച് അടുത്ത 2G നെറ്റ്വർക്ക് ഡെവലപ്പ് ആയത്. അപ്പോൾ അവിടെയാണ് ശരിക്കും സെല്ലുലാർ കോൺസെപ്റ്റിന് കുറച്ചും കൂടി റീയൂസ് ആയത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സെല്ലുലാർ കോൺസെപ്റ്റ് പറയുന്നത് റിപ്പീറ്റഡ്ലി റീയൂസിങ് ഓഫ് റേഡിയോ ഫ്രീക്വൻസി ഓവർ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ പ്രൊവൈഡിങ് മൾട്ടിപ്പിൾ സൈമിൾട്ടേനിയസ് കോൺവെർസേഷൻസ്. എന്ന് വെച്ചാൽ ഒരു റേഡിയോ ഫ്രീക്വൻസി, കുറേ റേഡിയോ ഫ്രീക്വൻസീസ് ഉണ്ട്. കുറച്ച് ഒരു കുഞ്ഞ് ഏരിയയിൽ, ജോഗ്രഫിക്കൽ ഏരിയയിൽ ആ ഫ്രീക്വൻസി റീയൂസ് ചെയ്യും. പിന്നെ വേറെ എവിടെയോ ദൂരെ ഇതേപോലെ ദൂരെ ലൊക്കേഷനിൽ അല്പം ഒരുപാട് ദൂരെ വേണം, അവിടെ ആ ലൊക്കേഷനിൽ അതേ ഫ്രീക്വൻസി റീയൂസ് ചെയ്താലും തമ്മിൽ ഇഷ്യൂ വരാൻ പാടില്ല. ആ രീതിയിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ ഐഡിയ ഓഫ് എ സെല്ലുലാർ കോൺസെപ്റ്റ് എന്ന ഫ്രീക്വൻസി റീയൂസ് തന്നെയാണ്. ദ സെല്ലുലാർ കോൺസെപ്റ്റ് ഇസ് എ സിസ്റ്റം ലെവൽ ഐഡിയ where multiple low power transmitters are used instead of a single high power transmitter. എന്ന് വെച്ചാൽ ഒരു വലിയ ഹൈ പവർ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത് വലിയ ലൊക്കേഷൻ കവർ ചെയ്യുന്നതിന് പകരം ഒരു ചെറിയ ലോ പവർ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത് ചെറിയ ലൊക്കേഷൻ മാത്രം കവർ ചെയ്താൽ മതി. അങ്ങനെ കുറേ ചെറിയ ലൊക്കേഷൻ കവർ ചെയ്യുന്ന ലോ പവർ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത് ഒരു വലിയ ലൊക്കേഷൻ കവർ ചെയ്യണം. Means instead of using a single high power transmitter, we use a small low power transmitter of many of them located to cover which are arranged in such a way that to cover the same area which was covered by a single high power transmitter. ഇനി സെൽ എന്ന് പറയുന്നത് each cell provides a coverage to only small area മാത്രമേ കവർ ചെയ്യുള്ളൂ. ഒരു സെൽ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ബാൻഡ് ഫ്രീക്വൻസി, ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസി അസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് സെർവ്ഡ് ബൈ ദ ബേസ് സ്റ്റേഷനാണ് അത് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ സ്റ്റേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളെ മൊബൈൽ ഫോണും ബേസ് സ്റ്റേഷനായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസ് സ്റ്റേഷൻ എന്തായിരിക്കണം, അതിൻ്റെ അകത്ത് ട്രാൻസ്മിറ്റർ വേണം, റിസീവർ വേണം, ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് വേണം. പിന്നെ അഡ്ജസൻറ്റ് സെൽസ് ആർ അസൈൻ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. തൊട്ടടുത്ത് 2 സെൽസ് ഉണ്ടെങ്കിൽ 2 തമ്മിലുള്ള ഫ്രീക്വൻസി ഒരിക്കലും സെയിം ആകാൻ പാടില്ല. എന്തുകൊണ്ട്? കാര്യം സെയിം ആയി പോയാൽ തമ്മിൽ ഇൻ്റർഫറൻസ് നടക്കും. ഇൻ്റർഫറൻസ് നടക്കുകയാണെങ്കിൽ കോളുകൾ മിസ്സായിപ്പോ അല്ലെങ്കിൽ ക്ലിയർ അല്ലാതെ വരും. അതിനെന്ത് പറയാം, ക്രോസ് ടോക്കോ അല്ലെങ്കിൽ ഇൻ്റർഫറൻസോ പറയാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ, ടു അവോയ്ഡ് ക്രോസ് ടോക്ക് ഓർ ഇൻ്റർഫറൻസ് ഓർ മിനിമൈസ് ക്രോസ് ടോക്ക് ഓർ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻ, എന്ത് ചെയ്യണം, അഡ്ജസൻറ്റ് സെൽസിൽ എന്തായിരിക്കണം, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി യൂസ് ചെയ്യണം. അപ്പോൾ എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും, ഇഫ് ദേ ആർ ദൂരെ, രണ്ട് ഡിഫറെൻറ്റ് സെൽസ് ഒരുപാട് ദൂരെ ആണെങ്കിൽ മാത്രം നമുക്ക് സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി റീയൂസ് ചെയ്യാൻ പറ്റും. തൊട്ടടുത്തുള്ളതാണെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കണം. 2 സെൽസ് ദാറ്റ് ആർ വെരി ഡിസ്റ്റൻറ്റ് ഫ്രം ഈച്ച് അതർ, അങ്ങനെയാണെങ്കിൽ മാത്രം സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഇൻ്റർഫറൻസ് കുറയും. ഇൻ്റർഫറൻസ് കുറവാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി റീയൂസ് ചെയ്യാൻ പറ്റും. ബട്ട് അഡ്ജസൻറ്റ് ചാനലിൽ സെയിം ഫ്രീക്വൻസി ഒരിക്കലും വരില്ല. ഇനി കവറേജ് ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ദ യൂസർ. ഇപ്പോൾ ഡെൻസിറ്റി കുറേ പേര് ചെറിയ ഏരിയയിലുണ്ടെങ്കിൽ ഒരു ടവറിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഓംനി ഡയറക്ഷണൽ അല്ലെങ്കിൽ ഇപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുക, അതിപ്പോൾ പറയാം, ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബേസ് സ്റ്റേഷൻ കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരു ബേസ് സ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്ന യൂസർ കുറയും. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഒരുപാട് ബേസ് സ്റ്റേഷൻസ് വെക്കും. ഇപ്പോൾ ഒരു ബേസ് സ്റ്റേഷൻ ഒരു കുഞ്ഞ് ഏരിയ മാത്രം കവർ ചെയ്യും. അങ്ങനെ കുറച്ച് അധികം ബേസ് സ്റ്റേഷൻ വരുമ്പോൾ ആ മൊത്തം നമ്മൾ ഒറിജിനൽ ഏരിയ കവർ ചെയ്തുകൊണ്ടിരുന്ന ഡെൻസ് ലൊക്കേഷൻ ചെറുതായി മാറി. ഇനി അപ്പോൾ എന്തായി, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരിക്കലും റേഡിയോ കപ്പാസിറ്റി കൂടുന്നില്ല. റേഡിയോ കപ്പാസിറ്റി കൂടുന്നുണ്ട്, റേഡിയോ സ്പെക്ട്രം കൂടുന്നില്ല. നമുക്ക് തന്നുള്ള ഫ്രീക്വൻസി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റേഷൻ യൂസ് ചെയ്ത് നമ്മൾ സബ് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു കുഞ്ഞ് സെല്ലിനെ വീണ്ടും സബ് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് റേഡിയോ കപ്പാസിറ്റിനെ കൂട്ടി വിത്തൗട്ട് ഇൻക്രീസിങ് ഇൻ റേഡിയോ സ്പെക്ട്രം. തന്നിട്ടുള്ള റേഡിയോ സ്പെക്ട്രം കൂട്ടാതെ
റേഡിയോ കപ്പാസിറ്റി കൂട്ടി. എങ്ങനെ? ബൈ റെഡ്യൂസിങ് എ സെൽ ഇൻറ്റു സബ് സെൽസ്, ഈവൻ സ്മോളർ സെൽ. ഇനി എന്തിനാണ് ശരിക്കും സബ് സെല്ലായിട്ട് യൂസ് ചെയ്യുന്നത്? ഇൻ വിച്ച് കേസസ്? ഇൻ ഹൈലി പോപ്പുലേറ്റഡ് സിറ്റീസിൽ മാത്രം വെരി സ്മോൾ സെൽസ് ആർ യൂസ് ടു എൻഷുവർ സർവീസ് എൻഷുവർ ചെയ്യാൻ വേണ്ടി ഹൈലി പോപ്പുലേറ്റഡ് റീജിയനിൽ എന്താകും? സ്മോളർ സെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലെസ്സർ പോപ്പുലേറ്റഡ് റൂറൽ ഏരിയാസ് ആണെങ്കിൽ അധികം സെൽസ് ഒന്നും വേണ്ട, അല്പം വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി പിന്നെന്താണ്? പിന്നെ എക്സ്റ്റേണൽ ഷേപ്പാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 കണ്ട, 1ഉം ഈ 1 രണ്ട് ക്ലസ്റ്ററാണ്. ഇപ്പോൾ അത് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ആദ്യം ഡിയും ആറും എന്നറിയാം. ആറെന്ന് ഞാൻ പറഞ്ഞു, ആറെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് 2 സെൻറ്റേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് സെൽസ്. അതാണ് ആറെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എ സെല്ലാണ്. ഡി എന്ന് പറയുന്ന അഡ്ജസൻറ്റ് സെൻറ്റേഴ്സ് തമ്മിലുള്ള സെൽ തമ്മിലുള്ള ഡിസ്റ്റൻസ്. മീൻസ് ഇപ്പോൾ ഈ സെൽ നമ്മളുടെ എക്സഗണൽ ഷേപ്പിൻ്റെ സെൻറ്റർ, അടുത്ത എക്സഗണൽ ഷേപ്പിൻ്റെ സെൻറ്റർ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ആ ഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു √3r ആണ്. √3r. ഇനി എന്താണ് ഫ്രീക്വൻസി റീയൂസ് എന്താണെന്ന്? ഇനി ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീക്വൻസി റീയൂസ് ഈസ് ബേസ്ഡ് ഓൺ assignment or assigning a set of frequency to a cell within a small geographical area. എന്ന് വെച്ചാൽ ഒരു സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ എന്ത് കൊടുത്തു? ഇതാണിപ്പോൾ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ സ്മോൾ ജോഗ്രഫിക് ഏരിയ എന്ന് ഇത്രയും മൊത്തം ഈ വലിയ ക്ലസ്റ്റർ ഷേപ്പ് വേണ്ട, അതാ ജോഗ്രഫിക്കൽ ഏരിയ. ആ ജോഗ്രഫിക് ഏരിയയെ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എത്ര സെല്ലുണ്ട്? 1, 2, 3, 4, 5, 6, 7 സെല്ലുണ്ട്. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ഏരിയയെ എക്സാമ്പിളാണ്, ഈ ജോഗ്രഫിക് ഏരിയയിൽ 7 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ സെല്ലിനും ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസി കൊടുത്തു. അതിനാണ് ഫ്രീക്വൻസി റീയൂസ് ടേം ആക്ച്വലി വരുന്നത്. Here the cells are assigned a group of channels that is completely different from the neighboring cell. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എത്ര സെല്ലുണ്ട്? 7 സെല്ലുണ്ട്. അപ്പോൾ അതിനെന്ത് പറയാം? ക്ലസ്റ്റർ എന്ന് പറയാം. നമ്മൾ കണക്കാക്കുന്ന നമ്പർ ഓഫ് സെൽസ് 7 ഉണ്ട്, അതിനെ ക്ലസ്റ്റർ എന്ന് പറയാം. സോ വി സേ ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് 7 സെൽസ്. ഇനി ഇതിൽ തമ്മിൽ ഒരു സെയിം ഫ്രീക്വൻസി ഒരിക്കലും വരില്ല. എയും ബി ആയിട്ട് സെയിം ഫ്രീക്വൻസി വരില്ല, എയും സി ആയിട്ട് സെയിം ഫ്രീക്വൻസി വരില്ല. ഞാൻ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് ഏത് 2 സെല്ല് എടുത്താലും സെയിം ഫ്രീക്വൻസി വരില്ല. ഓൾ ദ ഫ്രീക്വൻസി വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇനി കവറേജ് ഏരിയ ഓഫ് എ സെല്ലിൽ എന്ന് പറയുന്നതാണ് ഫുട് പ്രിൻറ്റ്. ഒരു കവറേജ് ഏരിയ ഓഫ് എ സെൽ, അത് നമ്മൾ എക്സഗണൽ ഷേപ്പ് ജോമെട്രി എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഫുട് പ്രിൻ്റ് എന്നും പറയും. ഇനി ഫുട് പ്രിൻറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദ ബൗണ്ടറി സോ ദാറ്റ് ദ സെയിം ഗ്രൂപ്പ് ഓഫ് സെൽസ് can be reused. Same group of channels can be reused in a different cell that is far enough away from each other so that their frequency does not interference. ഇതൊരു ക്ലസ്റ്റർ ആണ്. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ കേസ് ഇതൊരു ക്ലസ്റ്റർ ആണ്, ക്ലസ്റ്റർ നമ്പർ 1. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് ക്ലസ്റ്റർ നമ്പർ 2. And this is cluster number 3. ഓക്കെ, ഇപ്പോൾ ഈ ക്ലസ്റ്റർ എല്ലാം സെയിം, ഒരു ക്ലസ്റ്റർ പറഞ്ഞാൽ 7 ഉണ്ട്, അങ്ങനെ 3 ക്ലസ്റ്റർ ഉണ്ട്. ഇനി ഇത് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി. എ അണ്ട എ എന്ന് പറയുന്നത് തമ്മിൽ ഡിസ്റ്റൻസ് നോക്ക്, ദൂരമുള്ള ഡിസ്റ്റൻസ് ആണ്. അതൊരു ഇക്വേഷൻ ഉണ്ട്, അത് കവറപ്പ് ചെയ്യുന്നുണ്ട്. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. 2 സെൽ, സെൻട്രൽ സെൽ എ എന്നാണ്. ഈ 2 ക്ലസ്റ്ററിൻ്റെ സെൻട്രൽ സെൽ എ ഇതാണ് സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. അതേപോലെ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ബിയും ഈ ബിയും എല്ലാം ക്ലസ്റ്ററിൻ്റെ എല്ലാ ബിയും സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യും. കറസ്പോണ്ടിങ് ഏത് ലെറ്റർ എടുത്താലും
ആ ക്ലസ്റ്റർ പല ക്ലസ്റ്റർ തമ്മിൽ നോക്കുകയാണെങ്കിൽ സെയിം ലെറ്റർ ഹാസ് സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി. അത് എ ആയാലും ബി ആയാലും ഡി ആയാലും ഒരു ലെറ്റർ എടുത്താൽ അത് എല്ലാ ക്ലസ്റ്ററിലും അതേ ലെറ്ററുള്ള സെൽസ് എന്തായിരിക്കണം, സെയിം സെറ്റ് ഓഫ് കാരിയർ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സെൽ വിത്ത് സെയിം ലെറ്റർ യൂസ് ദ സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി ഇപ്പോൾ പറഞ്ഞത്. ഈ ക്ലസ്റ്റർ സൈസ് എന്താണ്? നമ്പർ ഓഫ് സെൽസ് ഇൻ എ ക്ലസ്റ്റർ ആണ് ക്ലസ്റ്റർ സൈസ്. എത്ര സെല്ലുണ്ട് ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ ഹൗ മെനി സെൽസ് ആർ ദെയർ? ഈ കേസിൽ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ഇതിനകത്ത് 7 സെൽസ് ഉണ്ട്. സോ n is equal to 7. n equal to 7 ആണെങ്കിൽ n equal to ഇവിടെ 7 ആണ്. അപ്പോൾ റീയൂസബിലിറ്റി ഫ്രീക്വൻസി റീയൂസബിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമുക്ക് ഫ്രീക്വൻസി റീയൂസബിൾ പറ്റും. റീയൂസബിൾ ഫാക്ടർ പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം എത്ര, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 70 ഫ്രീക്വൻസീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. 7 സെൽസും ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് 7 സെൽസും 70 ഫ്രീക്വൻസീസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗവൺമെൻറ് 70 ഫ്രീക്വൻസി ഒരു ആൾക്ക് കൊടുത്തു. പുള്ളിക്കാരന് 7 സെല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിന് എത്ര ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഇഫ് വി കാണ്ട് യൂസ് ഓവർലാപ്പിംഗ് ഫ്രീക്വൻസി യൂസ് ചെയ്യാത്ത രീതിയിൽ എത്ര ഫ്രീക്വൻസി ഒരു സെല്ലിന് കൊടുക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ മൊത്തം ഫ്രീക്വൻസി എത്രയാണ്? ഒരു സെല്ലിന് മൊത്തം ഫ്രീക്വൻസി മൊത്തം 7 സെല്ലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന 70 ഫ്രീക്വൻസി. ഒരു സെല്ലിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് എത്രയായിരിക്കും? 70 ഡിവൈഡഡ് ബൈ 7 എത്രയായി? 10 ഫ്രീക്വൻസി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഓരോ സെല്ലും 10 ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. ഇവിടുത്തെ സെൽ എ എന്ന് പറഞ്ഞാൽ 10 ഫ്രീക്വൻസി യൂസ് ചെയ്താൽ ബി എന്ന് പറയുന്നത് വേറെ 10 ഫ്രീക്വൻസി യൂസ് ചെയ്യണം, സി എന്ന് പറയുന്നത് വേറെ 10 ഫ്രീക്വൻസി യൂസ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ ഫ്രീക്വൻസി ആവും 70 ഫ്രീക്വൻസി ആവും. അപ്പോൾ n equal to 7 എന്ന് പറഞ്ഞു. 70 ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ 7 സെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിന് എത്ര ഫ്രീക്വൻസി വരാൻ പറ്റുള്ളൂ? 10 ഫ്രീക്വൻസീസ് വരാൻ പറ്റുള്ളൂ, വിച്ച് ആർ ഡിഫറെൻറ്റ് ഫ്രം adjacent cells. അതാ പറയുന്നത് ഇവിടെ. So each cell contains 1/7 of the total available channel since n is value of cell size is 7. അപ്പോൾ അതിന് വേറൊരു പേരാണ് ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കൺസിഡർ എ സെല്ലുലാർ സിസ്റ്റം ഹാവിങ് എ ടോട്ടൽ ഓഫ് എസ് ഡ്യൂപ്ലക്സ് ചാനൽ. എസ് ഡ്യൂപ്ലക്സ് ചാനൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇനി ഫോർ യൂസ്. ഇനി ഒരു എസ് ചാനലിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? n ചാനലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ 77 അതേ സാധനം ഇക്വേഷനായിട്ട് പറയാണ്. ഓക്കെ, n ചാനലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് ചാനൽസ് n സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 70 ഇല്ലേ, നേരത്തെ പറഞ്ഞ 70 ചാനൽസ് 70 ഫ്രീക്വൻസി ചാനൽസ് എന്ന് പറയാം, ഫ്രീക്വൻസി ഓർ ചാനൽ. 70 ചാനൽസ് എത്ര ഉണ്ട്? 7 സെൽസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എസ് എന്ന് വിളിച്ചത്. എത്ര സെൽസ് ഉണ്ടെന്ന് വെച്ചാൽ n. ചോദ്യം എന്താണ്? ഒരു സെല്ലിന് അല്ലെങ്കിൽ മൊത്തം എത്ര അപ്പോൾ ഒരു സെല്ലിനെന്ന് പറയുന്നത് 1 സെൽ ഹാസ് ഹൗ മച്ച് ഫ്രീക്വൻസീസ്? 70/7 എന്ന് പറഞ്ഞു. അപ്പോൾ 70 എന്ന് ശരിക്കും പറഞ്ഞാൽ 70 എന്ന് പറയുന്നത് എസും, ദാറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് ഗിവൺ ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ ക്ലസ്റ്റർ n. അപ്പോൾ ഒരു സെല്ലിനുള്ള നമ്പർ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻ എ സെൽ എന്ന് പറയുന്നതാണ് k. Means each cell is allocated a set of unique and disjoint channel groups. എത്ര എണ്ണം ഉണ്ട്? k ചാനൽസ് വരാം. അപ്പോൾ ഒരു സെല്ലിന് വരുന്ന ഡിസ്ജോയിൻറ്റ് ചാനൽസ് എത്ര എണ്ണം വരാം? k എന്ന് പറയാം. അപ്പോൾ അത് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യും? മൊത്തം എത്ര ചാനലുണ്ടോ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെൽസ്, s/n. നേരത്തെ ചെയ്ത അതേ സാധനം ഇക്വേഷൻ ആയിട്ട് പറയുന്നു. സോ വി ക്യാൻ റൈറ്റ് s is equal to k into n. അപ്പോൾ മൊത്തം ചാനലും ഇപ്പോൾ ഗവൺമെൻറ് മൊത്തം ചാനൽ എത്ര കൊടുത്തു? കിട്ടിയത് ഒരു സെല്ലിന് മൊത്തം കിട്ടിയത് 70 ആണെന്ന് വിചാരിച്ചോ.
മൊത്തം കിട്ടിയത് 70. ഇനി അങ്ങനെ ഇരിക്കുന്ന സെൽസ് 7 എണ്ണം. ഒരു സെല്ലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന 10. അങ്ങനെയാണ് അത് 70 ആയത്. അപ്പോൾ 70 ഫ്രീക്വൻസീസ് ആര് കൊടുത്തു? 70 ഫ്രീക്വൻസി നമ്മൾ ഗവൺമെൻറ് അസൈൻ ചെയ്തു എന്ന് വിചാരിച്ചോ. ഇനി ദ സെൽ n സെൽസ് വിച്ച് ആർ കളക്റ്റീവ്ലി യൂസസ് ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് അവൈലബിൾ ഫ്രീക്വൻസി ഇസ് കോൾഡ് എ ക്ലസ്റ്റർ. ക്ലസ്റ്റർ എന്തെന്ന് പറയുന്നത് n സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലസ്റ്റർ. ഇപ്പോൾ 7 സെല്ലിൻ്റെ ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ വി സേ n equal to 7. 12 സെല്ലിൻ്റെ ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ n equal to 12. 4 സെല്ലിൻ്റെ ക്ലസ്റ്റർ ആണെങ്കിൽ n equal to 4. അത്രയുള്ള വേരിയേഷൻസ്. ഇഫ് എ ക്ലസ്റ്റർ ഈസ് മൾട്ടിപ്ലൈഡ് m ടൈംസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമ്പർ ഓഫ് കപ്പാസിറ്റി കൂടും. എന്ന് വെച്ചാൽ എന്ത് കാരണം? നമ്മൾ ഫ്രീക്വൻസിയെ റീയൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കേസിൽ എത്ര ക്ലസ്റ്റർ ഉണ്ട്? 1, 2, 3. എത്ര പ്രാവശ്യം റീയൂസ് ചെയ്തു? 1, 2, 3 ടൈംസ് റീയൂസ് ചെയ്തു. എത്ര ഫ്രീക്വൻസി ഉണ്ട്? ഒരു ക്ലസ്റ്ററിന് 70 ഫ്രീക്വൻസി. ഇവിടെയും 70. എക്സാമ്പിൾ പറയാണ്, ഇവിടെ 70 ഫ്രീക്വൻസി, ഇവിടെ 70 ഫ്രീക്വൻസി. അപ്പം മൊത്തം കപ്പാസിറ്റി എത്ര ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? 70 × 3 ഇല്ലേ? 70 × 3. 70 എന്ന് പറയുന്ന നേരത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു? ഇതാണ് കപ്പാസിറ്റി, ടോട്ടൽ റേഡിയോ കപ്പാസിറ്റി. 70 × 3. ഇനി 70 എന്തായിരുന്നു? ഒരു അസൈൻ ചെയ്ത നമ്പർ ഓഫ് ചാനൽസ് ആണ് 70. അതെന്താണ്? എസ് ആണ്. ഇനി K3 എന്ന് പറയുന്നത് എന്താണ്? എത്ര പ്രാവശ്യം നമ്മൾ ക്ലസ്റ്റർ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ആയിട്ട് യൂസ് ചെയ്തു? 3 ടൈംസ്. സോ വി റൈറ്റ് M. എസിന് എന്തായിട്ട് എഴുതാം? ഒരു ക്ലസ്റ്റർ എത്ര ഉണ്ട്? ഒരു സെല്ലിന് ഉള്ള ചാനൽസ് K. അങ്ങനെ എത്ര ഇതുണ്ട്? സെൽസ് ഉണ്ട്? n സെൽസ് ഉണ്ട്. n × m. ഇതന്നെ ഇപ്പുറത്ത് എഴുതിയത്. C is equal to m, number of times the cluster is multiplied into the given number of channels. എത്ര ചാനൽസ് കൊടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കപ്പാസിറ്റി എന്തായി? കൂടി. ഇപ്പം എന്ത് കൂടുന്നില്ല? ഹിയർ എന്താണ്? സ്പെക്ട്രം ഈസ് നോട്ട് ഇൻക്രീസ്ഡ്. ഹിയർ സ്പെക്ട്രം ഈസ് സെയിം, ബട്ട് കപ്പാസിറ്റിയാണ് കൂടിയത്. സ്പെക്ട്രം ഒരിക്കലും മാറുന്നില്ല. ഫോർ എക്സാമ്പിൾ 70 റേഡിയോ ചാനൽസും വ്യത്യാസം വരുന്നില്ല. ബട്ട് ആസ് വി മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എന്തായി? എത്ര ഇപ്പോൾ ഇവിടെ 70 എണ്ണം ഉണ്ട്. ഒരു ക്ലസ്റ്ററിൽ 70 ചാനൽ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 ക്ലസ്റ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കമ്മ്യൂണിക്കേഷൻ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? 70 × 3. അപ്പോൾ എന്തായി? മൾട്ടിപ്ലൈഡ് ആയിട്ട് എന്നും പറയും. Thus the capacity of the cellular system is directly proportional to the number of times, that is M. Number of times a cluster is replicated in a fixed area. എത്ര പ്രാവശ്യം റിപ്ലിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്തെന്ന് പറയും? കപ്പാസിറ്റി കൂടി എന്ന് പറയും. കാര്യം സ്പെക്ട്രം ഒരിക്കലും മാറുന്നില്ല, അത് ഫിക്സഡ് ആണ്. ഇപ്പം എന്താ പറ്റുള്ളൂ? ഫ്രീക്വൻസി റീയൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കപ്പാസിറ്റി കൂടും. ഹൗ യു റീയൂസ്? ബൈ മൾട്ടിപ്ലൈയിങ് ഓർ റിപ്ലിക്കേറ്റിംഗ് the clusters we are using. ഇനി ക്ലസ്റ്ററിൻ്റെ വാല്യൂ നോർമലി 7, 4, 12 എല്ലാം വരാം. ഇതാ എക്സാമ്പിൾ ഇപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ 4 ക്ലസ്റ്ററാണ്. ഇത് 7 സെൽസ് യൂസ് ചെയ്യുന്നത്. 7 ക്ലസ്റ്റർ ഓഫ് 7 സെൽസ്. ഇവിടെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ 12 സെൽ യൂസ് ചെയ്യും. അപ്പോൾ എന്താവും? ഈ കേസിൽ ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 70 വേണ്ട, ഒരു വാല്യൂ എടുക്കാം. 100 ഫ്രീക്വൻസി, 100 റേഡിയോ ചാനൽസ് അല്ലെ 100 റേഡിയോ ചാനൽസ് ഉണ്ടെന്ന് വിചാരിച്ചോ. 100 റേഡിയോ ചാനൽസ്. ഇനി ഇവിടെ എത്ര ആയിരിക്കും? ഒരു സെല്ലിന് 4 സെല്ലുണ്ട്. അപ്പോൾ ഒരു സെല്ലിന് എത്ര ചാനൽസ് കിട്ടും? 1 സെൽ എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? ഫോർ എക്സാമ്പിൾ ഞാൻ each cell has in 4 cell K. Each cell K has how much channels? 100. മൊത്തം എത്ര? 100. That is S. S divided by number of cells. എത്ര സെൽ ഉണ്ട്? 4.
എന്നുവെച്ചാൽ 25 എന്ന് വെച്ചാൽ ഇവിടെ 25 ചാനൽ, ഇവിടെ അടുത്ത 25 ചാനൽ, ഇവിടെ വേറെ 25 ചാനൽ, ഇവിടെ വേറെ 25 ചാനൽ, മൊത്തം എത്രയായി? 100 ഇനി കേസിൽ ഇവിടെ എന്തായി? കെയുടെ വാല്യൂ എന്തായിട്ട് വരും? മൊത്തം ഉള്ളത് 100, വ്യത്യാസമില്ല. സെൽ എന്തായി മാറി? കൂടിയപ്പോൾ വിച്ച് ഈസ് എ വെരി സ്മോൾ വാല്യൂ. അപ്പോൾ ഇവിടെ എത്രയായി? 100/7 അത്ര ഫ്രീക്വൻസി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ 100/7. അങ്ങനെ ഈച്ച് സെല്ലിൽ 100/7 എന്ന് ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഫ്രീക്വൻസി യൂസ്ഡ് ഇൻ എ സെൽ കുറഞ്ഞു. ഇനി കറസ്പോണ്ടിങ് ഇവിടെ എന്താവും? കെ വാല്യൂ എന്തായി മാറി? മൊത്തം യൂസ് ചെയ്യുന്നത് 100 ആണെങ്കിൽ ഒരു സെല്ലിന് എന്തായി? /12. അപ്പോൾ വളരെ കുറഞ്ഞു, <10. ഇപ്പോൾ ഓരോ സെല്ല് എന്ന് പറയുന്നത് <10 ഫ്രീക്വൻസീസേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? ഇപ്പം ഞാൻ ഇതാണ് നമ്മൾ ചെയ്യുന്ന കവറേജ് ഏരിയ. നമുക്ക് ഈ കവറേജ് ഏരിയ കവർ ചെയ്യണം. ഇപ്പം മാർക്ക് ചെയ്യുന്ന കവറേജ് ഏരിയ കവർ ചെയ്യണം. ഈ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ 4 സെല്ല് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ മേ ബി അറൗണ്ട് 1, 2, 3 മേ ബി മാക്സിമം 3 or 4 ടൈംസ് ഞാൻ 4 സെല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും സെയിം ഏരിയ കവർ ചെയ്യാൻ വേണ്ടി. റഫ് എസ്റ്റിമേറ്റ് ആണ്. 4 സെല്ല് വെച്ച് ഇതേ ഫോമാറ്റിൽ 4 സെല്ല് വെച്ച് ഞാൻ 12 സെല്ലുള്ള കവറേജ് ഏരിയ കവർ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് പറ്റും? അത്ര പ്രാവശ്യം അത് എത്ര പ്രാവശ്യം റെപ്ലിക്കേറ്റ് ചെയ്തോ അത്ര പ്രാവശ്യം റീയൂസബിലിറ്റി ഫാക്ടർ കൂടും. ഈ കേസിൽ എത്ര പറ്റുള്ളൂ? ഒരു സെല്ലിൽ അല്ലെ മൊത്തം യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഈ സെല്ലിൻ്റെ അകത്ത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് 100 റേഡിയോ ചാനൽ അല്ലേ? അപ്പോൾ കപ്പാസിറ്റി എന്തായി മാറി? ഇവിടുത്തെ ഒറ്റ ക്ലസ്റ്ററിൽ ദാറ്റ് ഈസ് ഒരു ക്ലസ്റ്ററിൻ്റെ കപ്പാസിറ്റി ആയിട്ട് എന്തായിട്ട് മാറി? 100 റേഡിയോ ചാനലായിട്ട് മാറി. ഇനി ഞാനിത് 4 ക്ലസ്റ്റർ അല്ലെ 3 ക്ലസ്റ്റർ വെച്ച് 4 സെല്ലുള്ള ഒരു ക്ലസ്റ്റർ വെച്ച് ഞാൻ ഈ 12 സെല്ലിനെ കവറപ്പ് ചെയ്യാന്ന് വിചാരിച്ചോ, അസ്യൂം ചെയ്യുക. അപ്പം 3 ഞാൻ യൂസ് ചെയ്തു. 4 സെല്ലിൻ്റെ ഒരു ക്ലസ്റ്റർ ഉണ്ട്. അങ്ങനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൊത്തം ചാനൽ എത്രയേ ഉള്ളൂ? 100 ഉള്ളൂ എല്ലാ കേസിലും. 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി? 300. ഇതാണ് പുതിയ കപ്പാസിറ്റി സി. കപ്പാസിറ്റി എന്തായത്? ചെറിയ ക്ലസ്റ്റർ വെച്ച് ഞാൻ സെയിം ഏരിയ ഈ നമ്മളെ യെല്ലോ കളറിൽ കിടക്കുന്ന ഏരിയ കവറപ്പ് ചെയ്തപ്പോൾ എന്തായി മാറി? കപ്പാസിറ്റി 300 മാറി. നേരത്തെ എന്തായിരുന്നു? ബൈ ഡിഫോൾട്ട് 12 സെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ 100 ആണെങ്കിൽ ഇപ്പം എന്തായിട്ട് മാറി? 3 ചെറിയ സെല്ല് വെച്ച് ചെറിയ ക്ലസ്റ്റർ 3 പ്രാവശ്യം യൂസ് ചെയ്തു സെയിം ഏരിയ കവർ ചെയ്തപ്പോൾ കപ്പാസിറ്റി എന്തായിട്ട് മാറി? 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി കറസ്പോണ്ടിങ് വേരിയേഷൻ അനുസരിച്ച് അത്രയും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്മോളർ സെൽ ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി ക്ലസ്റ്റർ ഒരുപാടൊന്ന് ചെറുതായാലും പ്രശ്നമുണ്ട്, വലുതായാലും പ്രശ്നമുണ്ട്. ഇനി പറയാം. ഇനി ക്ലസ്റ്റർ ഒരുപാട് ചെറുതായിപ്പോയാൽ എന്ത് പറ്റും? ഫോർ എക്സാമ്പിൾ ക്ലസ്റ്റർ ഒരുപാട് ചെറുതായിപ്പോയാൽ ഞാൻ 4 സെല്ലിൻ്റെ ക്ലസ്റ്റർ എടുക്കുകയാണ് എക്സാമ്പിളിന് വേണ്ടി. 4 സെല്ലിൻ്റെ ക്ലസ്റ്റർ, ഇപ്പോൾ ഇത് 4 സെല്ലിൻ്റെ ക്ലസ്റ്റർ എടുത്തു. ഇത് ക്ലസ്റ്റർ 1, ഇത് ക്ലസ്റ്റർ 1, ഇത് ക്ലസ്റ്റർ 2 ക്ലസ്റ്റർ. ഓക്കെ, ഇത് 1, 2 4 സെല്ലിൻ്റെ 2 ക്ലസ്റ്റർ എടുത്തു. ഇപ്പം ഞാൻ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? വളരെ അല്പം അടുത്താണ്. അപ്പോൾ എന്തായി? ഇൻ്റർഫറൻസിൻ്റെ ചാൻസ് കൂടുതലാണ്. ക്ലസ്റ്റർ സൈസ് കുറയും തോറും രണ്ട് ക്ലസ്റ്റർ തമ്മിലുള്ള അഡ്ജസൻറ്റ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്ന അടുത്തടുത്തായിട്ട് വരും. അടുത്തടുത്തായിട്ട് വരുമ്പോൾ ചാനലിൻ്റെ ചാനൽ ഇൻ്റർഫറൻസ് കൂടി വരും. അപ്പോൾ ക്ലസ്റ്റർ സൈസ് കൂടിയാൽ എന്ത് പറ്റും? ക്ലസ്റ്റർ സൈസ് കൂടുകയാണെങ്കിൽ ഈ കേസിൽ ക്ലസ്റ്റർ സൈസ് കൂടുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കൂടും. ഇപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, 1, 2 സെല്ല് കഴിഞ്ഞിട്ട് അടുത്ത എ വരുള്ളൂ.
ഈ കേസിൽ ഇപ്പോൾ ക്ലസ്റ്റർ സൈസ് 7 ആണെങ്കിൽ ഓൾമോസ്റ്റ് 2 സെല്ല് കഴിഞ്ഞിട്ട് അടുത്ത എ വരുള്ളൂ. ഈ കേസിലാണെങ്കിൽ എന്താ, ഒറ്റ സെൽ കഴിയുമ്പോഴേ സെയിം ഫ്രീക്വൻസി റീയൂസബിലിറ്റി ഫാക്ടർ പോലെ വരും. മീൻസ് ക്ലസ്റ്റർഡ് കോ ചാനൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് കൂടാൻ ചാൻസ് ഉണ്ട് വെൻ ക്ലസ്റ്റർ സൈസ് ഇസ് റെഡ്യൂസ്ഡ്. വേറാസ് ഇഫ് സൈസ് ഇസ് ഇൻക്രീസ്ഡ് എന്തോ കോ ചാനൽ ഇൻ്റർഫറൻസ് കുറയും. പക്ഷെ എന്ത് പറ്റും, കപ്പാസിറ്റി കുറയും. നേരത്തെ ചെയ്ത 4 സെല്ല് വെച്ച് ഞാൻ ഇതേ ഏരിയ കവറപ്പ് ചെയ്യുകയാണെങ്കിൽ 3 വേണ്ടി വന്നു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി 100ഉം 3 പ്രാവശ്യം കവറപ്പ് ചെയ്തുകൊണ്ട് 3 ഇരട്ടിയായിട്ട് മാറി, കപ്പാസിറ്റി 3 ഇരട്ടിയായിട്ട് മാറി. അതേ സമയത്ത് 12 സെൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റി എന്തായി, വളരെ കുറഞ്ഞു. ഇതാണ് ഫ്രീക്വൻസി റീയൂസബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി റീയൂസബിലിറ്റി ഫാക്ടർ എത്രയാണ്, 1/n, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് k/s. ഇനി അതിനർത്ഥം 1/n എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്ററിൻ്റെ ഒറ്റ സെല്ലിന് എത്ര ഫ്രീക്വൻസി യൂസ് ചെയ്യാം, 1/n ഓഫ് ദ ടോട്ടൽ അവൈലബിൾ ചാനൽസ്, 1/n ഓഫ് ദ ടോട്ടൽ അവൈലബിൾ ചാനൽസ് ഇൻ ദ സിസ്റ്റം. ഇനി എങ്ങനെയാണ് നമ്മൾ കോ ചാനൽ ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനുവേണ്ടി അറിയേണ്ട മെയിൻ കാരണം ഒന്ന് ഈക്വേഷനാണ്. n = i² + ij + j². ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐയും ജെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, ഐയും ജെയും നോൺ ഇൻറ്റിജർ വാല്യൂസ് ആണ്. ഇതാണ് എക്സാമ്പിൾ. ടു ഫൈൻഡ് ദ കോ ചാനൽ നെയ്ബേഴ്സ് ഓഫ് ദ പർട്ടിക്കുലർ സെൽ എന്ന് വെച്ചാൽ കോ ചാനൽ എന്ന് പറഞ്ഞാൽ സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന അടുത്ത സെല്ല് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം, കുറച്ച് വലിയൊരു എക്സാമ്പിൾ പറയാം. n = 12, n = 12, n = 12 ഇട്ട് കൊടുത്തു. n = 12 വരണം. അപ്പോൾ i² + ij + j². ഓക്കെ. ഇനി i = 2, j = 2 കൊടുത്ത് എന്ത് പറ്റും, 2² എന്തായി, 4i. 2 × 2 4i, j² എന്തായി, 4i. മൊത്തം എത്രയായി, 12. അപ്പോൾ 12 = 12 എന്ന് വന്നു. സോ ഫോർ വാല്യൂ ഓഫ് n, j എന്തായിരിക്കണം, i എന്തായിരിക്കണം, 2 ആയിരിക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ വാല്യൂ ഓഫ് n = 12, i എന്ന് പറയുന്നത് 2ഉം j എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി അഡ്ജസൻറ്റ് സെൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ഫൈൻഡ് ദ കോ ചാനൽ നെയ്ബറിങ് സെൽ എവിടെയാണ് ലൊക്കേഷൻ, ഈ സെൽ എടുത്തു. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിളിൽ സെൽ നമ്പർ 4 എടുത്തു. മൂവ് i cells along any chain through the center of successive cell. സക്സസീവ് സെൽ വഴി ഏതെങ്കിലും ചെയിൻ, ഫോർ എക്സാമ്പിൾ സ്ട്രേറ്റ് പോവാം, അല്ലെങ്കിൽ അടുത്ത ഇതൊരു ചെയിൻ 4 3 10 എന്ന് പറയുന്നത് ചെയിൻ, 4 3 10 എന്ന് പറയുന്നത് ഒരു ചെയിൻ, 4 3 10 എന്ന് പറഞ്ഞൊരു ചെയിൻ, അത് നേരെ പോവാം. അല്ലെങ്കിൽ 4 1 3 എന്ന് പറയുന്ന ചെയിൻ, അല്ലെങ്കിൽ 4 9 താഴോട്ട് പോവാം. 4 5 10 എന്നൊരു ചെയിൻ, അല്ലെങ്കിൽ 4 8 താഴോട്ട് പോവാം, അല്ലെങ്കിൽ 4 12 7 ഒരു ചെയിൻ. അപ്പോൾ എത്ര ചെയിൻ വരാം, മൊത്തം 6 ചെയിൻ വരാം. എക്സ്റ്റേണൽ ഷേപ്പിൻ്റെ പ്രത്യേകത ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഇനി എക്സാമ്പിളിന് വേണ്ടി ഞാൻ എന്തെടുത്തു, ഞാൻ ടോപ്പ് മോസ്റ്റ് 4 3 10 ചെയിൻ എടുത്തു, 4 3 10 6 ചെയിൻ എടുത്തു വിചാരിച്ചോ. ഓക്കെ. ഇനി ഐയുടെ വാല്യൂ എന്താണ്, 2 ആണ്. സോ മൂവ് ഐ സെൽ എലോങ് എനി ചെയിൻ, ഞാൻ ഫോർവേഡ് ചെയിൻ എടുത്തു വിചാരിച്ചോ, ത്രൂ ദ സെൻറ്റർ ഓഫ് സക്സീവ് സെൽ. അപ്പോൾ എക്സാമ്പിൾ വേണ്ടി ഇത് മായ്ച്ചിട്ട് എഴുതുകയാണ്. മൂവ് ഐ സെൽസ് along മൂവ് ഐ സെൽസ് along any chain through the center of successive cell. ഐയുടെ വാല്യൂ എന്തായിരുന്നു, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരുന്നു. സോ ജെയുടെ വാല്യൂ 2 തന്നെയാണ്. മൂവ് ഐ സെൽസ് എന്ന് പറയുമ്പോൾ ആദ്യം സെൻറ്ററിൽ നിന്ന് അടുത്തെന്താ, ഇത് ഫസ്റ്റ് സെല്ലായി, എന്താ സെക്കൻഡ് സെല്ലായി. ഇനി എന്ത് ചെയ്യണം, ടേൺ 60 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്.
കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനോട്ട് 60 ഡിഗ്രി ശരിയണം. 60 ഡിഗ്രി എന്ന് പറയുന്നത് നേരെ നിന്ന് അടുത്ത അഡ്ജസൻറ്റ് ലൊക്കേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. എന്നിട്ട് അടുത്ത മൂവ്മെൻ്റ് ഉണ്ട്, ദാറ്റ് ഇസ് മൂവ് ജെ സെൽസ് ത്രൂ ദ സെൻറ്റർ ഓഫ് സക്സീവ് സെൽസ്. സക്സീവ് സെൽ ഇപ്പോൾ ഇവിടെ നിന്ന് ജെ സെൽസ് കവർ ചെയ്യണം. ഇത് ഈ ലൊക്കേഷൻ സെൻറ്ററിൽ നിന്നും അടുത്തത് എന്താണ്, ഇത് ഫസ്റ്റ് ലൊക്കേഷൻ, ഇത് സെക്കൻഡ് ലൊക്കേഷൻ. ഇവിടെ ജെയ്ക്കുള്ള 1 ഇതായിരിക്കും, ജെയ്ക്കുള്ള 2 ലൊക്കേഷൻ ഇത്. അപ്പോൾ ഈ സെല്ല് എന്തായി, ഈ സെല്ല് നമ്മൾ ബ്ലൂ കളർ കാണുന്ന ഈ സെല്ല് എന്തായിരിക്കണം, സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്യണം. അതാണ് കോ ചാനൽ നെയ്ബേഴ്സ് ഏതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ചാനൽസ് എന്തായിരിക്കും, സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യും. കറസ്പോണ്ടിങ്ങിൽ ഏത് ഡയറക്ഷൻ എടുത്താലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ I equal to J equal to എന്ന് പറഞ്ഞു, ഞാൻ ഈ ഡയറക്ഷൻ എടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഫസ്റ്റ് I equal to 1 ഇത് ഈ ലൊക്കേഷൻ, അടുത്ത I equal to ലൊക്കേഷനിൽ നിൽക്കും. എന്നിട്ട് 60 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയും. 60 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞിട്ട് വീണ്ടും J ടൈംസ് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ J എന്ന് പറയുന്നത് ഇവിടെ എന്തായി, 1i, ഇവിടെ J എന്ന് പറയുന്നത് 2i. എഗെയിൻ ഈ ലൊക്കേഷനും ഇവിടെ ഈ ലൊക്കേഷൻ എന്ത് സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യും, സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യും. അങ്ങനെ ചുറ്റിനും അങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് കോ ചാനൽ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കോ ചാനൽ ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ സെൽസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എന്താണ് എക്സ്റ്റേണൽ ഷേപ്പ് ഇതിനാണ് പ്രിഫർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ യൂസ് ദിസ് ഇക്വേഷൻ n equal to I² plus ij plus j². ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, determine the total number of channels and capacity for a cellular system consisting of 10 clusters with 7 cells in each cluster and 10 channel in each cell. എന്ന് വെച്ചാൽ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ചാനൽ എത്രയെന്ന് അറിയണം. എന്ന് വെച്ചാൽ ഗവൺമെൻറ് എത്ര ചാനൽ ഒരു നെറ്റ്വർക്കിന് കൊടുത്തു, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ. മൊത്തം പുള്ളിക്ക് നെറ്റ്വർക്ക് എത്ര സെൽസ് ഉണ്ട് അത് കണ്ടുപിടിക്കണം. എത്ര സെല്ലുണ്ട്, 7 സെല്ലുണ്ട്. ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് 7 സെല്ലുണ്ട്. 7 സെല്ല്, ഒരു സെല്ലിന് എത്ര ചാനലുണ്ട്, 10 ഉണ്ട്. അപ്പോൾ മൊത്തം ഗവൺമെൻറ് കൊടുത്ത ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് 70 ചാനൽ റേഡിയോ ചാനൽസ് കൊടുത്തു. ഗവൺമെൻറ് പൈസ അടച്ചപ്പോൾ 70 ചാനൽസ് കൊടുത്തു. ഈ 70 ചാനൽസിനെ റീയൂസ് ചെയ്യാൻ പോവുകയാണ്. പുള്ളിക്കാൻ എത്ര ക്ലസ്റ്റർ യൂസ് ചെയ്ത്, 10 ക്ലസ്റ്റർ യൂസ് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റി എന്തായി, 10 ക്ലസ്റ്റർ യൂസ് ചെയ്ത് എത്ര എണ്ണം കൊടുത്തു, 7 ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ കപ്പാസിറ്റി എന്തായിട്ട് മാറി, കപ്പാസിറ്റി 700 ചാനലായിട്ട് മാറി. കപ്പാസിറ്റി 700 ചാനലായിട്ട് മാറി. ഇതാൻ്റെ ലോജിക്കലി നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇക്വേഷൻ വഴി ചെയ്യാം, സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്തു, ആദ്യം എത്ര സെൽ, ഒരു ക്ലസ്റ്ററിനകത്ത് എത്ര സെല്ലുണ്ടെന്ന് നോക്കി. ആ സെല്ലിൽ ഒരു സെല്ലിൽ എത്ര ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി. രണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ചാനൽസ് എന്ന് പറയുന്നത്, ഒരു ക്ലസ്റ്റർ യൂസ് ചെയ്യുന്ന അവൈലബിൾ ആയിട്ടുള്ള ചാനൽസ് എന്ന് പറഞ്ഞാൽ 7 വേണം. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഗവൺമെൻറ്. ഇനി പുള്ളിക്കാരനെ ഒരു ക്ലസ്റ്ററിനെ 10 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്തു, 10 സ്ഥലത്തായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റി എന്തായി, 10 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒരു ക്ലസ്റ്ററിൻ്റെ കപ്പാസിറ്റി 70 ആണെങ്കിൽ 10 ക്ലസ്റ്ററിൻ്റെ കപ്പാസിറ്റി എന്തായിട്ട് മാറും, 10 into 70 ആയിട്ട് മാറും. സോ 700 channels. That's answers. Okay.